ഹലോ നമസ്കാരം, സൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ആനന്ദ്. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അടുത്തിടെ സുപ്രീം കോടതി കൊണ്ടുവന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മള് ഈ സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രാവർത്തികമാകുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി കൊണ്ടുവന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മൾ ജനറൽ കാറ്റഗറി ആണോ അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ആണോ എന്നൊക്കെ ചോദിക്കില്ലേ. അതായത് SC/ST ആണോ, അത് OBC ആണോ, EWS വിഭാഗങ്ങളാണോ, എന്നൊരു റിസർവേഷൻ കാറ്റഗറി ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ പല ആൾക്കാരും നമ്മുടെ കാറ്റഗറി ഏതാണ് എന്ന രീതിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാറുമുണ്ട് അല്ലെ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, പരീക്ഷ എഴുതുന്നു. അവസാനം നമുക്ക് എന്ത് ചെയ്തു, പരീക്ഷ നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നു. ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കാണാം അല്ലെ, ജനറൽ കാറ്റഗറിയിൽ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയിൽ ഇങ്ങനെയാണ് എന്ന് നമ്മൾ കാണാം. അതേപോലെ ഷോർട്ട് ലിസ്റ്റിനകത്ത് നമുക്ക് അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചും മറ്റുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാം അല്ലെ. ഇപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരെ 1ാം റാങ്ക് ഇന്ന കാറ്റഗറിയിലുള്ള ആളാണ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം അല്ലെ. നമുക്ക് ഈ റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഭരണഘടന തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അനുവദിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭരണ ആർട്ടിക്കിൾ 14 നമ്മൾ ഇക്വാലിറ്റി ബിഫോർ ലോ നമുക്ക് തരുന്നു അല്ലെ. അതേപോലെ ആർട്ടിക്കിൾ 16 വരെയാണ്. 16 നമുക്ക് സർക്കാർ ജോലിയിലേക്ക് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തുല്യ അവസരം എന്നുള്ള കാര്യം പറയുന്നത്. അവിടെ ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം ഒന്നും കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 16(4) വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സർക്കാർ സർവീസിലേക്ക് അഡിക്വേറ്റ് ആയിട്ട് റെപ്രസെന്റേഷൻ ഇല്ലാത്ത പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു അഡിക്വേറ്റ് ആയിട്ട് റെപ്രസെന്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് സംവരണവും മറ്റും നൽകുന്നതിനുള്ള അധികാരം രാഷ്ട്രത്തിനുണ്ട് എന്ന രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ റിസർവേഷൻ, ഈ സർക്കാർ ജോലിയിലേക്കുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് തന്നെ അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പല സമയങ്ങളിലും ഈ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു ആനുകൂല്യം എന്ത് ചെയ്യാറുണ്ട്, ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധി പ്രഖ്യാപനങ്ങൾ എന്ത് ചെയ്തു, ഇതിനു മുമ്പും സുപ്രീം കോടതി ആണെങ്കിലും പല സംസ്ഥാന ഹൈക്കോടതികളാണെങ്കിലും നടത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഉണ്ടായിരുന്നു അല്ലെ. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ് നമ്മുടെ റിസർവേഷൻ 50% നൽകണം എന്ന രീതിയിലൊക്കെ വിധി പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം നമുക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ദിരാ സഹിനി കേസും റിസർവേഷനുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപനം നൽകിയ ഒരു കേസായിരുന്നു ഇന്ദിരാ സഹിനി കേസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മളെല്ലാവരും കരുതുന്നതാണ് ജനറൽ കാറ്റഗറി, റിസർവേഷൻ കാറ്റഗറി അല്ലെ. ഈ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വരുന്നത്, റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർ കുറഞ്ഞ കട്ട് ഓഫ് ആണ് വരുന്നത് എന്നൊരു ഒരു മിഥ്യാധാരണ നമ്മുടെ പലരുടെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. പലപ്പോഴും ഈ ജനറൽ കാറ്റഗറിക്കാട്ടിലും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് ആർക്ക് വരാറുണ്ട്, നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വരാറുണ്ട്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും അവർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുമെന്നറിയാമോ, അവർ ഈ പറയുന്ന പ്രിലിംസും മറ്റൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, റിസർവേഷൻ എന്നുള്ള രീതിയിൽ വെച്ച് അവരെന്ത് ചെയ്യുന്നു, അവർ അപ്ലൈ ചെയ്യുന്നു. അവർ ഉയർന്ന മാർക്ക് പ്രിലിംസും മറ്റും അവരെന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം മെയിൻസിലേക്ക് വരികയാണ്. റിസർവേഷൻ എന്നുള്ള ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം മെയിൻസിൽ വരികയാണ്. മെയിൻസിൽ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, ഉയർന്ന കട്ട് ഓഫ് മാർക്ക് അവരെന്ത് ചെയ്യാണ്, അവർ സ്കോർ ചെയ്യും, ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുകയാണ്. ഓക്കെ, ജനറൽ കാറ്റഗറിനെക്കാട്ടിലൊക്കെ ഉയർന്ന മാർക്ക് അവർ സ്കോർ ചെയ്തിട്ട് അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്ക് റിസർവേഷൻ എന്നൊരു ആനുകൂല്യം വേണ്ട, അവർ ജനറൽ കാറ്റഗറി ആയിട്ട് പരിഗണിച്ചാൽ മതി എന്ന തരത്തിലേക്ക് പോകുന്നു. പിന്നെ മെയിൻ ഇന്റർവ്യൂകളൊക്കെ വരുമ്പോൾ അവിടെ അവർക്ക് ഈ ഒരു കട്ട് ഓഫും മറ്റു കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും എന്ത് ചെയ്യുന്നു, റിസർവേഷൻ എന്നൊരു ക്ലെയിമും മറ്റു കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ആകത്തിലുള്ളൊരു തുക എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ അവര് റിസർവേഷൻ എന്നൊരു ആനുകൂല്യം ഉപയോഗിക്കുന്നു, അടുത്ത സ്റ്റേജ് ഇവന് റിസർവേഷൻ ആനുകൂല്യം വേണ്ട എന്ന് വെക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ എവിടെ പരിഗണിക്കും, റിസർവേഷൻ കാറ്റഗറിയിൽ പരിഗണിക്കണോ അതോ ഈ പറയുന്ന ജനറൽ കാറ്റഗറിയിൽ പരിഗണിക്കണോ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് മുന്നിലും അത് നിയമ സംവിധാനങ്ങൾക്ക് മുന്നിലും ഒരു പ്രശ്നമായിട്ട് നിന്നിരുന്ന ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രഖ്യാപനം നമുക്ക് വന്നത് ഒരു സിസ്റ്റമാറ്റിക് കറക്ഷൻ, നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന മൊത്തത്തിലുള്ള ആ ഒരു ഇററിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് സുപ്രീം കോടതി ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജസ്ഥാനിൽ നടന്ന ഒരു ജുഡീഷ്യൽ എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ രാജസ്ഥാൻ ജുഡീഷ്യൽ എക്സാമിൽ വരുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ അവർ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് റിസർവേഷൻ കാറ്റഗറിയിൽ അവർ അപ്ലൈ ചെയ്യാതെ അവരെന്ത് ചെയ്തു, അവർ ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തു. ഓക്കെ, അവസാനം കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 196 മാർക്കായിരുന്നു. റിസർവേഷൻ കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 220 മാർക്കുമായിരുന്നു. ഓക്കെ, ഇത് അവർ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഒരു കട്ട് ഓഫ് അവർ സെറ്റ് ചെയ്തത് ആ ഒരു സെലക്ഷൻ സ്റ്റേജിൽ തന്നെയാണ്. ആ ഒരു റിട്ടൺ എക്സാം ഒക്കെ നടക്കുന്ന സ്റ്റേജിലാണ് ഈ ഒരു കട്ട് ഓഫ് മാർക്ക് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ജനറൽ കാറ്റഗറി എന്ന രീതിയിൽ എന്ത് ചെയ്തു, അവര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
അല്ലെ? അപ്പൊ നോക്ക്, അവരെ നമ്മൾ റിസർവേഷൻ കാറ്റഗറി ആയിട്ട് പരിഗണിക്കൂല. ഏത് കാറ്റഗറി ആയിട്ടാ പരിഗണിക്കത്തുള്ളൂ? ജനറൽ കാറ്റഗറി ആയിട്ടേ പരിഗണിക്കത്തുള്ളൂ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ 196, 220 റേഞ്ചിലല്ലേ വരുന്നത്, അല്ലെ? ഈ പറയുന്ന റിസർവേഷൻ കാറ്റഗറി ആയിട്ട് പരിഗണിക്കേണ്ട ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞ ഈ പറയുന്ന റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തു? അവര് ഈ കട്ട് ഓഫ് എന്ത് ചെയ്തു? 196 മുകളിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. അവരെന്ത് ചെയ്തു? അവര് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ അതേസമയം റിസർവേഷൻ കാറ്റഗറിയിലേക്ക് മാത്രമായിട്ട് പരീക്ഷ എഴുതിയ ആൾക്കാർ, റിസർവേഷൻ കാറ്റഗറി എന്ന രീതിയിൽ പരീക്ഷ എഴുതിയ 220 മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാനും പറ്റിയില്ല? ഈ പറയുന്നതിലോട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും പറ്റിയില്ല. പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യാൻ പറ്റില്ല? കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും പറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്തു? ഒരു ഇരട്ടത്താപ്പ് എന്ന രീതിയിൽ പരിഗണിക്കുകയും നമ്മുടെ എന്താണ് രാജസ്ഥാൻ ഹൈക്കോടതിയിൽ ഒരു കേസുമായിട്ട് വരികയും ചെയ്തു. അപ്പൊ രാജസ്ഥാൻ ഹൈക്കോടതി റിസർവേഷൻ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തില്ല? രാജസ്ഥാൻ ഹൈക്കോടതി തള്ളി പറഞ്ഞതൊന്നുമില്ല. പക്ഷെ രാജസ്ഥാൻ ഹൈക്കോടതി അവിടെ പറഞ്ഞൊരു കാര്യം, ഏത് സ്റ്റേജിലാണോ ആ ഒരു റിസർവേഷൻ എന്നുള്ളൊരു കാര്യം പരിഗണിച്ചത് അത് തെറ്റായി പോയി എന്നാണ് പരിഗണിച്ചത്. അവിടെ എന്താണ്? അവര് റിട്ടേൺ സ്റ്റേജിൽ തന്നെയാണ് എന്ത് ചെയ്തത്? ആ ഒരു റിസർവേഷൻ എന്നുള്ള രീതി സെറ്റ് ചെയ്യുകയും അല്ലെ കട്ട് ഓഫ് മാർക്കുകളും മറ്റുമെല്ലാം സെറ്റ് ചെയ്ത് റിസർവേഷൻ എന്ന രീതിയിൽ പരിഗണിച്ചത്. അത് തെറ്റായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇതിനെ പിന്നീട് എന്ത് ചെയ്യാണ്? നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. സുപ്രീം കോടതി രണ്ട് പ്രധാനപ്പെട്ട റൂളിങ്ങുകളാണ് എന്ത് ചെയ്ത് ഈ ഒരു വിധി പ്രഖ്യാപനത്തിൽ വന്നത്. അത് നമുക്ക് എന്താണ് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട റൂളിങ്ങുകൾ സുപ്രീം കോടതി എന്ത് ചെയ്തു? കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആകത്തിലുള്ള ഒരു എന്താ പറയാ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന SC, ST, OBC പോലുള്ള EWS പോലുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ വിവിധ പരീക്ഷകൾ UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, വിവിധ പരീക്ഷകൾക്ക് അവരെ പരിഗണിക്കുന്നത് ആയി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് എന്തുണ്ടായിരുന്നു? പല ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, പല കേസുകളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് രണ്ട് ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ SC, ST, OBC വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെ ജനറൽ കാറ്റഗറി സീറ്റുകളിൽ മത്സരിക്കാമോ? അതായത് ഈ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞും അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും, അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാൻ സാധിക്കും, അവരെ ആ ജനറൽ കാറ്റഗറിയിലും പരിഗണിക്കാൻ പറ്റുമോ? രണ്ടാമതായിട്ട്, സംവരണ വിഭാഗക്കാർ പ്രായ ഇളവ്, കുറഞ്ഞ കട്ട് ഓഫ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചിട്ടും പിന്നീട് മികച്ച മാർക്ക് നേടുകയാണെങ്കിൽ അവരെ ജനറൽ കാറ്റഗറിയായി കണക്കാക്കണോ അതോ സംവരണ കാറ്റഗറി ആയിട്ട് കണക്കാക്കണോ? അല്ലെ, നമ്മൾ ഈ പറയുന്നതിന്റെ കൂട്ട് ഈ സംവരണ വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും റിസർവേഷൻ ആനുകൂല്യങ്ങൾ, ഏതെങ്കിലും ഒരു റിസർവേഷൻ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചു അവർ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്തു, അപ്പൊ അവരെ ജനറൽ കാറ്റഗറിയായി പരിഗണിക്കണോ അതോ സംവരണ കാറ്റഗറിയായി പരിഗണിക്കണോ എന്നുള്ളതും സുപ്രീം കോടതിയുടെ മുന്നിൽ വന്ന പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളായിരുന്നു. ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് എന്ത് ചെയ്തത്? കോടതി വിധി പ്രഖ്യാപനം നൽകിയത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ വിവിധ റിക്രൂട്ടിംഗ് ഏജൻസികളും ഹൈക്കോടതികളും ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അതിനകത്ത് അന്തിമ തെരഞ്ഞെടുപ്പ് ലിസ്റ്റുകൾക്ക് അത് കണ്ട് തന്നെ പലയിടത്താണെങ്കിലും നമുക്ക് ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് വരുന്ന സമയത്ത് പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായി. അത് ഉദാഹരണമായി ഇപ്പൊ രാജസ്ഥാന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഓക്കെ, ജനറൽ വിഭാഗക്കാരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും എന്ത് കേസുകൾ വരും. അതായത് റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർ റിസർവേഷൻ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്ന് പരീക്ഷ എഴുതും, ജനറൽ കാറ്റഗറി കൂടുതൽ പരീക്ഷ എഴുതുന്നു, ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? ആ ആനുകൂല്യങ്ങളും എന്ത് ചെയ്യുന്നു? അവർ നേടിയെടുക്കുന്നു. അപ്പൊ ജനറൽ കാറ്റഗറി സ്വാഭാവികമായിട്ട് അവരെന്തുണ്ടാക്കും? പ്രശ്നം ഉണ്ടാക്കും, അല്ലെ? ഇനി സംവരണ വിഭാഗക്കാർക്ക് ഇരട്ട ആനുകൂല്യം ലഭിക്കുന്നു എന്ന ആരോപണങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് റിസർവ് വിഭാഗക്കാരും ജനറൽ സീറ്റുകളും സുപ്രീം കോടതിയുടെ വിധി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ജനറൽ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്? അൺറിസർവ്ഡ് കാറ്റഗറി. അതെന്ന് വെച്ചാൽ ഓപ്പൺ ടു എവരി വൺ ആണ്. എല്ലാവർക്കും അതിനകത്ത് എന്ത് ചെയ്യാവുന്നതാണ്? അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ന വിഭാഗക്കാര് എന്ന് പറഞ്ഞു അവിടെ യാതൊരു വിധത്തിലുള്ള വിവേചനവും ഇല്ല. സംവരണം ഉള്ള ആൾക്കാർക്കും സംവരണം ഇല്ലാത്ത ആൾക്കാർക്കും രണ്ടുപേർക്കും എന്ത് ചെയ്യാം? ആ ഒരു വിഭാഗത്തിൽ വന്ന് മത്സരിക്കാവുന്നത് ആണ്, പരീക്ഷ എഴുതാവുന്നതാണ്, അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ജനറൽ കാറ്റഗറി സീറ്റിൽ മത്സരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ SC, ST, OBC വിഭാഗത്തിൽ വരുന്ന ആൾക്കാർക്കും ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? പരീക്ഷ എഴുതി മത്സരിക്കാവുന്നതാണ്. പക്ഷേ അവർ ഒരു റിസർവേഷൻ ആനുകൂല്യം ഉപയോഗിച്ചിരിക്കരുത്. അവരെന്ത് ചെയ്യാൻ പാടില്ല? ഒരു റിസർവേഷൻ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രായത്തിന്റെ ഇളവോ അല്ലെങ്കിൽ കട്ട് ഓഫിന്റെയോ അല്ലെങ്കിൽ അറ്റംപ്റ്റുകളുടെയോ ഒരു റിസർവേഷൻ ആനുകൂല്യങ്ങൾ അവർ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. ശുദ്ധമായ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതി പഠിച്ച് വിജയിച്ച് തന്നെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെന്ത് ചെയ്യണം? വന്നിരിക്കണം, വിജയിച്ചിരിക്കണം.
ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റേജിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും പരീക്ഷ ഒരു ഘട്ടത്തിൽ പോലും അവർ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വിജയിച്ചാൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ അവരെ എന്ത് ചെയ്യാവുന്നതാണ്, പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ ജാതി ഒരിക്കലും ഈ പറയുന്നതിന്റെ കൂട്ട് സീറ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു കാരണമാകരുത് എന്നും പറയുന്നുണ്ട്. ജാതിയുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആർക്കും അവർ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു സെലക്ഷൻ സീറ്റ് നിഷേധിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. ഇത് പറയാനുള്ള കാരണം ജനവിഭാഗം എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണ്. ഉയർന്ന ജാതിക്കാർക്കോ അല്ലെങ്കിൽ ജാതി വ്യത്യാസം എന്ന അവിടെ യാതൊരു ഇതോ നോക്കില്ല. മെറിറ്റ് എന്ത് ചെയ്യണം, മാനിക്കണം. അതേപോലെ ഒരിക്കലും ആരെ എന്തിനെ എടുക്കാൻ പാടില്ല, ജാതിയോ മറ്റു കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ എടുക്കാനായിട്ടുള്ള മെറിറ്റ് മാത്രമായിരിക്കണം. മെറിറ്റ് മാത്രമായിരിക്കണം അവിടുത്തെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അങ്ങനെ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിക്രൂട്ടിംഗ് ടൈമിലെല്ലാം നമുക്ക് ഉടനീളം നമുക്ക് നീതിയും സമത്വവും ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെ? സുപ്രീം കോടതി ഇപ്പോഴത്തെ ഈ ഒരു വിധി പ്രഖ്യാപനം നമ്മുടെ ആ ഒരു മെറിറ്റോക്രസീനെ എന്ത് ചെയ്യാണ്, സംരക്ഷിക്കുകയാണ്. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കയറി വന്നാൽ മതിയല്ലേ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ മതി, അല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും വേണ്ട. മെറിറ്റിന്റെ അടിസ്ഥാനം മെറിറ്റോക്രസീനെ എന്ത് ചെയ്യാണ്, സംരക്ഷിക്കുന്നു നമ്മുടെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപനം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന റിസർവ് വിഭാഗക്കാരെ വിവേചനം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കി രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. റിസർവ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണെങ്കിലും അവരെന്ത് ചെയ്യാണ്, മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുകയാണ്, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിച്ചു നിർത്തുന്നു. അവരെ എന്ത് ചെയ്യുന്നില്ല, ഒഴിവാക്കിയോ മറ്റൊന്നും ചെയ്യുന്നില്ല. ഇനി ഇത് രണ്ടാമത്തെ സുപ്രീം കോടതി റൂളിംഗ് എന്ന് പറയുന്നത്, ഒരു സംവരണ വിഭാഗ ഉദ്യോഗാർത്ഥി ഒരിക്കൽ സംവരണ ആനുകൂല്യം ഉപയോഗിച്ചാൽ അവനെ പിന്നെ ജനറൽ കാറ്റഗറിയിൽ പരിഗണിക്കാൻ പറ്റത്തില്ല. സംവരണ വിഭാഗത്തിൽ വരുന്ന ഒരു ഉദ്യോഗാർത്ഥി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സെലക്ഷന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ പറയുന്നതിനോട് സംവരണ ആനുകൂല്യം ഉപയോഗിച്ചാൽ, അതിപ്പോ എന്തും ആയിക്കോട്ടെ, പ്രായത്തിന്റെ ആയിക്കോട്ടെ, നമ്മുടെ ഈ പറയുന്ന കട്ട് ഓഫിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ അറ്റംപ്റ്റുകളുടെ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സംവരണ ആനുകൂല്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ എന്തായിട്ട് തന്നെ പരിഗണിക്കണം, ആ റിസർവേഷൻ കാറ്റഗറി ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പരിഗണിക്കണം. റിസർവേഷൻ കാറ്റഗറി ആയിട്ട് തന്നെ പറയണം. ഒരു സംവരണ ഉദ്യോഗാർത്ഥി ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന കുറഞ്ഞ കട്ട് ഓഫ്, പ്രായത്തിന്റെ അളവ്, പ്രിലിംസ് മെയിൻസ് കുറഞ്ഞ യോഗ്യതാ മാർക്ക്, അധിക ശ്രമങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ മുഴുവൻ ആ ഒരു സെലക്ഷന്റെ മുഴുവൻ ക്രൈറ്റീരിയയിലും മുഴുവൻ സ്റ്റേജസിലും സംവരണ വിഭാഗമായി തന്നെ എന്ത് ചെയ്യണം, പരിഗണിക്കണം. സംവരണ വിഭാഗമായി പരിഗണിക്കണം. അല്ല ഒരു വട്ടം ഈ പറയുന്ന റൂട്ട് നമ്മൾ എന്താണ് ജനറൽ കാറ്റഗറിയിൽ, റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തു, പരീക്ഷ എഴുതുന്നു, പിന്നെ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ എനിക്ക് റിസർവേഷൻ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറുന്നു. ആ ഒരു മൈഗ്രേഷൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. ആ ഒരു മൈഗ്രേഷൻ അനുവദിക്കത്തില്ല. തുടക്കം മുതലേ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സംവരണത്തിന്റെ ആനുകൂല്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്റ്റേജസിലും എന്തായിട്ട് തന്നെ പരിഗണിക്കണം, ഈ പറയുന്നതിലോട്ട് റിസർവേഷൻ കാറ്റഗറി ആയിട്ട് തന്നെ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞു, അല്ലെ? ചില ജനറൽ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ റാങ്ക് നേടിയാലും അല്ലെങ്കിൽ പിന്നീട് വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ പോലും അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിഭാഗത്തിൽ നിന്ന് മാറ്റാനായിട്ട് സമ്മതിക്കത്തില്ല. ഓക്കെ, രണ്ടാമതായിട്ട് ഡബിൾ ബെനിഫിറ്റ് ആനുകൂല്യം എന്ത് ചെയ്യുന്നു, തടയുന്നു. ഡബിൾ ബെനിഫിറ്റ് ആനുകൂല്യം തടയുന്നു. ആ ഡബിൾ ബെനിഫിറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ പ്രിലിംസിൽ എന്ത് ചെയ്യുന്നു, റിസർവേഷൻ കാറ്റഗറി ഉള്ള ആൾക്കാർ എനിക്ക് റിസർവേഷന്റെ വേണ്ട, ജനറൽ ആയിട്ട് പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞു വരുന്നു. അടുത്തൊരു സ്റ്റേജ് വരുമ്പോൾ എന്നെ എന്ത് ചെയ്യണം, റിസർവേഷൻ കാറ്റഗറി ആയിട്ട് പരിഗണിക്കണം. അങ്ങനെ ഡബിൾ ബെനിഫിറ്റ് അത് എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു, അല്ലെ? കോടതി ഈ പറയുന്ന ഉദ്യോഗാർത്ഥി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. എന്താണ്, സംവരണ ആനുകൂല്യം ഉപയോഗിച്ച് മത്സരത്തിൽ പ്രവേശിക്കുക, ഉയർന്ന മാർക്ക് നേടി ജനറൽ സീറ്റിലേക്ക് എന്ത് ചെയ്യുക, മാറുക, അതെന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. സംവരണ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പരീക്ഷ ക്ലിയർ ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വേണ്ട എന്നെ ഇനി ജനറൽ ആയിട്ട് പരിഗണിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ആ ഒരു പരിപാടി എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. മൈഗ്രേഷൻ അനുവദിക്കത്തില്ല, ഡബിൾ ബെനിഫിറ്റുകൾ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല, അല്ലെ? ഇതോടുകൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയിൽ വരുന്ന എന്താണ് അനീതി, അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസുകൾ എല്ലാം എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. കോടതിയുടെ വിധി പ്രഖ്യാപനത്തിലൂടെ ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെ? ഇത് എന്താണ് ഇങ്ങനെ ഡബിൾ ബെനിഫിറ്റുകൾ മറ്റും ഉപയോഗിക്കുന്നത്, അല്ലെ? മൈഗ്രേഷൻ മറ്റും ചെയ്യുന്നത്, അല്ലെ? ഒരു കാറ്റഗറിയിൽ നിന്ന് മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറിപ്പോകുന്നത്, അതൊക്കെ എന്താണ്, ഭരണഘടനാപരമായിട്ട് എന്താണ് വിരുദ്ധമാണ്, അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്, ഭരണഘടനാപരമായിട്ട് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നും സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇതിനുകൊണ്ട് ഈ ഒരു വിധി പ്രഖ്യാപനം കൊണ്ട് നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് അവർക്ക് ലഭിക്കുന്ന ഒരു അവർക്ക് ഈ ഒരു വിധി പ്രഖ്യാപനം എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സംവരണ ഇളവ് ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾ ജനറൽ സീറ്റുകൾ കൈപ്പറ്റി ജനറൽ ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല, അല്ലെ? സംവരണ വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ ജനറൽ കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നു, മത്സരിക്കുന്നു,
അപ്പോൾ ഓൾറെഡി ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റത്തില്ല. പൂർണ്ണമായും മെറിറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പരിഗണിക്കത്തുള്ളൂ. പൂർണ്ണമായും മെറിറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പരിഗണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു സെലക്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് സുതാര്യവും അതേപോലെ എന്തുവാക്കുന്നു, പ്രെഡിക്റ്റബിൾ ആക്കാനും സാധിക്കുന്നു അല്ലെ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോയിട്ട് മറ്റേ കാറ്റഗറിയിലേക്ക് പരിഗണിക്കണം എന്ന രീതിയിൽ പറ്റത്തില്ല കേട്ടോ. എല്ലാവരും ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നു, പരിഗണിക്കാൻ. റിസർവേഷൻ വേണോ റിസർവേഷൻ ആയിട്ട് എടുക്കുക, അല്ല റിസർവേഷൻ വേണ്ട ജനറൽ ആണോ ജനറൽ ആയിട്ട് തന്നെ എടുക്കുക, മത്സരിക്കുക. അല്ലാതെ ഇടയ്ക്ക് വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകാനൊന്നും പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ട് അല്ലെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെച്ച് റിസർവേഷനോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കാതെ റിസർവേഷൻ ലിസ്റ്റും കാര്യങ്ങളും നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എന്ത് ചെയ്യുക, റിസർവേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് മെറിറ്റ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെ സർവീസിലേക്ക് വരും എന്നുള്ളതും ആര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കോടതി വിധി പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ സുതാര്യമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രക്രിയ നമുക്ക് ലഭിക്കും അല്ലെ. സംവരണ ആനുകൂല്യം ഉപയോഗിച്ചവരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, തിരിച്ചറിയണം എന്ന് കോടതി പറഞ്ഞു അല്ലെ. തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യണം, കാറ്റഗറി ഫിക്സ് ചെയ്യണം. തുടക്കത്തിൽ തന്നെ അവർ ഏത് ഉദ്യോഗാർത്ഥിയാണ്, ഏത് കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥിയാണ് എന്ന് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. പരീക്ഷയ്ക്ക് ശേഷം ലിസ്റ്റുകൾ കൈകാര്യം ചെയ്യൽ മാറ്റങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിലൂടെ ഈ ഒരു വിധി പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, നമുക്ക് ചില ഈ പറയുന്ന റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസുകളും നിയമവാദങ്ങളും എന്ത് ചെയ്യും, കുറയുന്നതായിരിക്കും. നമുക്ക് ഈ പറഞ്ഞ ഒരു പക്ഷാഭേദം കാണിച്ചു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ സാധിക്കും. ഭരണപരമായിട്ടുള്ള സ്വേച്ഛാധിപത്യവും ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രൻസും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു റിസർവേഷൻ എന്ന് പറഞ്ഞ ആനുകൂല്യം വേണ്ടുന്ന വിഭാഗക്കാർക്ക്, റിസർവേഷൻ ആനുകൂല്യം വേണ്ടുന്ന വിഭാഗക്കാർക്ക് അതെന്ത് ചെയ്യാൻ ലഭിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നതാണ് കോടതി എന്ത് ചെയ്തത്, ഈ ഒരു വിധി പ്രഖ്യാപനത്തിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മെറിറ്റ് ആയിരിക്കും അതിന്റെ ഒരു മെയിൻ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന രീതിയിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.